റഷ്യയുടെ S-400 പോലും തടയാനാകാത്ത ഉക്രൈൻ ഡ്രോണുകൾ. ശരിക്കും എന്താണ് ഈ പുതിയ യുദ്ധതന്ത്രം? ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നു തന്നെയാണ് റഷ്യയുടെ S-400. യുദ്ധവിമാനങ്ങളെയും ബാലിസ്റ്റിക് മിസൈലുകളെയും വരെ കണ്ടെത്തി തകർക്കാൻ കഴിയുന്ന ഈ സംവിധാനം. എന്നാൽ അതേ റഷ്യയെ ഇപ്പോൾ വെല്ലുവിളിക്കുന്നത് വമ്പൻ മിസൈലുകളല്ല, വളരെ ചിലവ് കുറഞ്ഞ ചെറു ഡ്രോണുകളാണ്. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇതാണ്: വൻ ലോകശക്തിയായ റഷ്യയ്ക്ക് എന്തുകൊണ്ടാണ് ഈ ഡ്രോൺ ആക്രമണങ്ങളെ പൂർണ്ണമായും തടയാൻ കഴിയാത്തത്? അതിനുള്ള ഉത്തരവും വളരെ ലളിതമാണ്. റഷ്യ ഉക്രൈൻ യുദ്ധം 4ാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ യുദ്ധത്തിൻ്റെ സ്വഭാവവും അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു. മുന്നണിയിലെ ടാങ്ക് പോരാട്ടങ്ങൾക്കപ്പുറം ഇപ്പോൾ കൂടുതൽ ശ്രദ്ധ നേടുന്നത് ദീർഘദൂര ഡ്രോൺ മിസൈൽ സംവിധാനങ്ങൾ തന്നെയാണ്. റഷ്യയുടെ ആഭ്യന്തര പ്രദേശങ്ങളിലെ എണ്ണ ശുദ്ധീകരണശാലകളും ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങളും ഒക്കെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഉക്രൈൻ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ നടത്തുന്നത്. ഇതോടെയാണ് ഒരു ചോദ്യം പ്രതിരോധ വിദഗ്ധർക്കിടയിൽ ഉയരുന്നത്: S-300, S-400, പാൻസർ പോലുള്ള അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ കൈവശമുള്ള കൈമുതലായിട്ടുള്ള റഷ്യയ്ക്ക് എങ്ങനെയാണ് ഈ ചെറു ഡ്രോണുകളെ തകർക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് പൂർണ്ണമായി ഇവയെ തടയാൻ കഴിയുന്നില്ല? അതിന് ചില കാരണങ്ങളുണ്ട്. അതിലാദ്യ കാരണമെന്ന് പറയുന്നത് സാമ്പത്തികം തന്നെയാണ്. അതായത് ഉക്രൈൻ ഉപയോഗിക്കുന്ന പല ആക്രമണ ഡ്രോണുകളും താരതമ്യേന കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കാൻ കഴിയുന്നതാണ്. അതായത് സാധാരണഗതിയിൽ വലിയ മിസൈൽ സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന പണച്ചെലവ് കരുതി കൂട്ടുമ്പോൾ അതിൽ നിരവധി ഡ്രോണുകൾ നിർമ്മിക്കാനായി ഇതിലൂടെ സാധിക്കുന്നുണ്ട്. എന്നാൽ അവയെ തടയാൻ ഉപയോഗിക്കുന്ന റഷ്യയുടെ വ്യോമ പ്രതിരോധ മിസൈലുകളാകട്ടെ ഡ്രോണുകളേക്കാൾ ചിലവ് കൂടിയതാണ്. പല മടങ്ങ് ചിലവ് വരും എന്നാണ് കണക്ക് കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നൂറുകണക്കിന് ഡ്രോണുകൾ ഒരുമിച്ചെത്തുമ്പോൾ ഓരോ ലക്ഷ്യത്തിനും വില കൂടിയ മിസൈലുകൾ ഉപയോഗിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാകുന്നു എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇനി രണ്ടാമത്തെ കാരണം അതിൻ്റെ രൂപകൽപ്പന തന്നെയാണ്. റഷ്യയുടെ S-300, S-400 പോലുള്ള സംവിധാനങ്ങൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് യുദ്ധവിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ അങ്ങനെയുള്ള അതിവേഗ ലക്ഷ്യങ്ങളെ കണ്ടെത്താനാണ്. പക്ഷേ ചെറു ഡ്രോണുകൾ വളരെ താഴ്ന്ന ഉയരത്തിലും കുറഞ്ഞ വേഗതയിലുമാണ് സഞ്ചരിക്കുന്നത്. ഭൂപ്രകൃതിയും കെട്ടിടങ്ങളുമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് റഡാർ നിരീക്ഷണം ഒഴിവാക്കാൻ ഇവയ്ക്ക് കഴിയുമെന്നാണ് പ്രതിരോധ വിദഗ്ധരുടെ വിശദീകരണം. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം ഉക്രൈൻ സ്വീകരിക്കുന്ന ആക്രമണ രീതി കൂടിയാണ്. ഒരു ഡ്രോൺ അയച്ചുകൊണ്ടല്ല ആക്രമണം നടത്തുന്നത്. ഒരേ സമയം നൂറുകണക്കിന് ഡ്രോണുകൾ വ്യത്യസ്ത ദിശകളിൽ നിന്നും ഒരേ ലക്ഷ്യത്തിലേക്ക് പായുന്നു. അങ്ങനെയുള്ള ഒരു സ്വാം തന്ത്രമാണ് ഉക്രൈൻ കൂടുതലായി ഉപയോഗിക്കാറുള്ളത്. ഇത് പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഒരേ സമയം വലിയ തലവേദന സൃഷ്ടിക്കുന്നു. ഈ വെല്ലുവിളികൾക്കിടയിൽ പലതും നുഴഞ്ഞു കയറുന്നു. നിലവിൽ യുദ്ധനിരീക്ഷകരുടെ അഭിപ്രായം അനുസരിച്ചുകൊണ്ട് ഈ യുദ്ധം ഇനി ടാങ്കുകളുടെയും യുദ്ധവിമാനങ്ങളുടെയും പോരാട്ടം മാത്രമല്ല, കുറഞ്ഞ ചിലവിൽ നിർമ്മിക്കുന്ന ഡ്രോണുകളും വളരെ ചിലവേറിയ പ്രതിരോധ സംവിധാനങ്ങളും തമ്മിലുള്ള ഒരു സാങ്കേതിക മത്സരമായി മാറിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ യുദ്ധത്തിൽ നിന്നും ലോകത്തെ പല രാജ്യങ്ങളും പുതിയ സൈനിക പാഠങ്ങൾ പഠിക്കുന്നു എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. റഷ്യയുടെ ഊർജ്ജ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും സമ്മർദ്ദം സൃഷ്ടിക്കുന്നുവെന്ന വിലയിരുത്തൽ പുറത്തു വരുന്നുണ്ട്. അതേസമയം ഇത്തരം ആക്രമണങ്ങളുടെ വ്യാപ്തിയും യഥാർത്ഥ നാശനഷ്ടങ്ങളും സംബന്ധിച്ച് റഷ്യയും ഉക്രൈനും വ്യത്യസ്ത അവകാശവാദങ്ങളാണ് ഉന്നയിക്കുന്നത്. സ്വതന്ത്രമായി സ്ഥിരീകരിക്കാനാകാത്ത വിവരങ്ങളും ഇക്കാര്യത്തിൽ നിലനിൽക്കുന്നുണ്ട്. റഷ്യ ഉക്രൈൻ യുദ്ധം ഒരു കാര്യം വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്: ഭാവിയിലെ യുദ്ധങ്ങൾ വമ്പൻ ആയുധങ്ങൾ മാത്രം തീരുമാനിക്കുന്നതല്ല, മറിച്ച് കുറഞ്ഞ ചിലവിൽ കൂടുതൽ കൃത്യതയോടെ പ്രവർത്തിക്കുന്ന പുതിയ സാങ്കേതിക വിദ്യകളും അതിൽ നിർണായകമായ പങ്ക് വഹിക്കും. ആ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി തന്നെയാണ് ഉക്രൈൻ ഡ്രോൺ ആക്രമണങ്ങളെ ഇന്ന് ലോകം വിലയിരുത്തുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.